സ്വന്തം ശാലിനി സുജിത്ത്. വീണ്ടും എല്ലാവർക്കും ഷാലു ഹിന്ദി മഞ്ചിലേക്ക് സ്വാഗതം. ഛായാവാദിലെ തീസര കവി സൂര്യകാന്ത് ത്രിപാഠി നിരാലയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. सूर्यकांत त्रिपाठी निराला और जूही की कली. हाय दोस्तों, आज की कक्षा शुरू हो जाएंगे. സൂര്യകാന്തി ത്രിപാഠി നിരാലയും ജൂഹി കി കലിയുമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. उनका जन्म सन 1897 में ബംഗാൾ കെ മഹിഷാദൽ में था. അദ്ദേഹത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് ബംഗാളിലെ മഹിഷാദിലായിരുന്നു. അദ്ദേഹം 1897 जनिचु. निराला एक विद्रोह के कवि थे और छायावाद कवि भी है. അദ്ദേഹം വിദ്രോഹ കവി, ഛായാവാദ് കവി എന്ന പേരിലൊക്കെ പ്രസിദ്ധനാണ്. ചന്തോം സെ കവിത മുക്ത് പരിധി ബത്തായ കവി ഹെ. ചന്ദിൽ നിന്നും കവിത മുക്തമായിട്ടുള്ള ഒരു പരിധിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കവി കൂടിയാണ് നമ്മുടെ സൂര്യകാന്തി ത്രിപാഠി നിരാല. आधुनिक हिंदी कविता के चरित्र में उनका स्थान ऊंचा है. ആധുനിക ഹിന്ദി കവിതാ ചരിത്രത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അബ്കോ യുഗ പ്രവർത്തക് മാനാ ജാത്താ ഹെ. അദ്ദേഹത്തെയാണ് യുഗപ്രവർത്തകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. उनको बंगला के अलावा हिंदी, अंग्रेजी तथा संस्कृत भी पढ़े हैं. അദ്ദേഹം ബംഗാളിലാണല്ലോ ജനിച്ചത്. അപ്പോൾ ആ ബംഗാളിനെ കൂടാതെ അദ്ദേഹത്തിന് ഹിന്ദിയും ഇംഗ്ലീഷും സംസ്കൃതവും ഒക്കെ അദ്ദേഹം നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആപ്കി ഭാഷ സംസ്കൃതമയ ഹെ. ഭാഷ സംസ്കൃത ശബ്ദോം സെ പരിപൂർണ ഘടി ബോലി ഹെ. പിന്നീട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷ സംസ്കൃതം കലർന്നതാണ്. കൂടാതെ സംസ്കൃത ശബ്ദത്തോടുകൂടെ തന്നെ പരിപൂർണമായ ഘടീബോലിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഫാർസി ഓർ ഉറുദു കോ ശബ്ദ് ബി ഉൻകി രചനാവോ മേ ഹെ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി എന്താണ്? ഫാർസിയും ഉറുദു ശബ്ദങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉൻകി ഭാഷ മേ സംഗീതാത്മകത ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സംഗീതാത്മകത നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രകൃതി ചിത്രൺ ഉൻകി കവിത കി ദൂസരി വിശേഷത ഹെ. മറ്റൊരു വിശേഷത എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി വർണ്ണന മറ്റൊരു പ്രധാന സവിശേഷതയാകുന്നു. മുക്തചന്ദ് നിരാല കി അന്തിം മഹത്വപൂർണ്ണ ദേൻ ഹെ. മുക്തചന്ദ് നിരാലയുടെ അവസാനമായിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു ദാനമാകുന്നു. പ്രമുഖ രചനായി അനാമിക, ഗീതിക, പരിമൾ, തുളസീദാസ്, രാം കി ശക്തി പൂജ, കുകുർ മുക്ത, നയേ പത്തെ, ജൂഹി കി കലി, ബേള, ആരാധന, അർച്ചന, ഗീതി കുഞ്ച്, സരോജ് സ്മൃതി ആദി. അടുത്തത് നിരാലജിയുടെ പ്രസിദ്ധമായിട്ടുള്ള എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രധാന കൃതിയാണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കൃതിയിൽ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. വിദ്രോഹ കർണേ വാലി കവിത ഹേ, ഇസ്മേ പൂഞ്ചിവാദ് സ്പഷ്ട കർത്താ ഹേ. അപ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയുള്ള കവിതയാണ്, ഇതിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ വിദ്രോഹ് കർണേവാലി കവിത ഏതാണെന്ന് ചോദിക്കുമ്പോൾ കുകുർ മുക്തയാകുന്നു. ഇതിൽ എന്തിനെക്കുറിച്ചാണ് വാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഭൂവുടമ സമ്പ്രദായത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. അടുത്തത് നമ്മുടെ സിലബസിലെ പ്രധാന ഭാഗമായിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് ജൂഹി കി കലി. निराला जी के पहली विरह काव्य है. नायक का नाम पवन है. നിരാലാജിയുടെ ആദ്യത്തെ കാവ്യമാകുന്നു ജൂഹി കി കലി. ഇതൊരു വിരഹ കാവ്യമാണ്. ഇതിലെ നായകൻ്റെ പേരാണ് പവൻ. പ്രകൃതി ചിത്രൺ ബഹുത് സുചാരു ടംഗ് സെ വർണ്ണൻ കിയാ ഹെ. ഇതിൽ പ്രകൃതി വർണ്ണന മനോഹരമായിട്ട് അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്തതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കൃതിയാകുന്നു ഭിക്ഷുക്. ഈ ഭിക്ഷുക് എന്ന കവിതയിൽ നിന്ന് അതിലെ വരികൾ വരെ
എക്സാമിന് എടുത്തിട്ട് ചോദിക്കാറുണ്ട്. ഇതാരുടെ വരികളാണ്, അല്ലെങ്കിൽ ഇത് ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് പ്രത്യേകം ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ളത് തന്നെയാണ്. എങ്കിലും ഇതിലോരോ വിശേഷപ്പെട്ട കൃതികളും എടുത്തു പറയാനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്നുപോലും നിങ്ങൾക്ക് മിസ്സായി പോവരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറയുന്നത്. ഭിക്ഷുക് പ്രമുഖ കവിത ഹെ, പ്രധാന കവിതയാകുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഈ ഭിക്ഷുകിലെ പ്രധാന വരികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. वो आता दो टूट कलेज के करता पछताता पद पर आता पेड़ पीठ दोनों मिलकर है एक. ഈ വരികളാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഭിക്ഷുകിലെ വരികൾ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നോക്കാം. നിരാലാജി की प्रसिद्ध कविता जूही की कली को किस पत्रिका ने अस्वीकृत कर दिया? അതായത് നമ്മുടെ ജൂഹി കി കലി എന്നുള്ള ഈ കൃതി ഒരു പത്രികയിൽ പ്രകാശനം ചെയ്യാൻ നിരസിച്ചിരുന്നു. ആ പത്രികയുടെ പേരേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് സരസ്വതി പത്രിക. ഭിക്ഷുക് കിസ്കി രചന ഹെ, ഭിക്ഷുക് ആരുടെ രചനയാകുന്നു? സൂര്യകാന്തി ത്രിപാഠി നിരാല. നിരാലാജി കെ പെഹലി വിരഹ കാവ്യ കോൻസാ ഹെ, നിരാലാജിയുടെ ആദ്യത്തെ വിരഹകാവ്യത്തിൻ്റെ പേരെന്താണ്? ജൂഹി കി കലി. ജൂഹി കി കലി കവിത കെ നായക് കോൻ ഹെ, ജൂഹി കി കലി എന്ന കവിതയിലെ നായകനാരാണ്? പവൻ. സരോജ് സ്മൃതി കിസ്കി രചന ഹെ, സരോജ് സ്മൃതി എന്ന് പറയുന്ന രചന ആരുടേതാണ്? നിരാലാജി. കുഗുർമുക്ത നാമക് കവിത കിസ്കെ സംബന്ധ് ഹെ, കുഗുർമുക്ത എന്ന കവിത ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? പൂഞ്ചിവാദ്. വ ആത്താ ദോ ടൂട്ട് കലേജ് കെ കർത്ത പച്താത്ത പദ് പറാത്ത പങ്ക്തിയോ കാ കവി കോൻ ഹെ, ഈ വരികളുടെ കവി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂര്യകാന്തി ത്രിപാഠി നിരാല. നിരാലാജി കെ വിദ്രോഹ് കവിത കോൻ സി ഹെ, നിരാലാജിയുടെ വിദ്രോഹ് കവിത ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുഗുർമുക്ത. ഇതിൻ്റെ കൂടെ ഞാൻ മലയാളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും പ്രധാന കവികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വരുന്ന ഓരോ ക്ലാസ്സുകളിലും ഇനി സൈക്കോളജി പരമായിട്ടുള്ളതും അതുപോലെ തന്നെ മലയാളത്തിൻ്റെയും നോട്ട്സുകൾ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരുടെ ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാകുന്ന എക്സാമിനോടുള്ള ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള വീഡിയോസുകളിൽ കൂടുതൽ സൈക്കോളജി അതുപോലെ തന്നെ മലയാളം റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ നോട്ട്സുകൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ. നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക, വീഡിയോസ് കേൾക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കട്ടെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും വീഡിയോ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട്, നോട്ട്സുകളൊക്കെ എടുത്ത് പഠിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രം മടി കാണുന്നു. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് നല്ല വീഡിയോസ് ചെയ്യാനും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ചെയ്തു തരാനുമൊക്കെയുള്ള പ്രചോദനം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുന്നേ ഇനിയും ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശാലിനി സുജിത്. See you.